മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പത്രമാധ്യമങ്ങളെല്ലാം ആദ്യം ശ്രീ നരേന്ദ്രമോദിയെ വളരെ പ്രാകൃതനായ മനുഷ്യനും ന്യൂനപക്ഷത്തിൻ്റെ കൊലയാളിയും നരഭോജിയും എന്ന രീതിയിലെല്ലാം വിശേഷിപ്പിച്ചു. അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളിലൂടെ ബയനറ്റുകൾ പോലും എറിയുകയുണ്ടായി, വാക്കുകളുടെ ബയനറ്റുകൾ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ പത്രമാധ്യമങ്ങൾ അസാധാരണമാം വിധത്തിൽ മാറി. ഒരു പക്ഷേ എൻ്റെ ദൃഷ്ടിയിലൂടെ തോന്നിയത് നമ്മുടെ അർണബ് ഗോസ്വാമിയെ പോലെയുള്ളവര്, മറ്റ് ചാനലിലുള്ളവര്, അവരെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയൊരു കാഴ്ച. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളിലുമെല്ലാം അടിമുടിയുള്ള മാറ്റം. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏഷ്യാനെറ്റിന്റെ പുതിയ സാരഥി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എത്ര സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്റെ സുഹൃത്ത് എന്നെ അറിയിച്ചതാണ്. അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കാവൂ. ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും എതിരായിട്ട് നിൽക്കുന്നവര് ഈ സ്ഥാപനത്തിൽ തുടരണമെന്നില്ല എന്ന രീതിയിൽ പറഞ്ഞു അത്രേ. ഏതായാലും എവിടെയെങ്കിലും കുറച്ച് തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ അതേപോലെയുള്ള വരിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം ലഭിക്കുന്ന രീതിയിലുള്ള വരിയോ പറയാതെ ഇങ്ങനെ ഒരു വരി വരാൻ സാധ്യതയില്ല. അതുപോലെ അതിശക്തമായ രീതിയിൽ ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലുകളും ജനൻ ടി വി ഒരു പക്ഷേ RSSകാരുടെയും BJPക്കാരുടെയും ആണെന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവാം. അങ്ങനെ ഒരു പാർട്ടിയുടേതല്ലാത്ത മാതൃഭൂമിയെ പോലെയും മനോരമയെ പോലെയും ഏഷ്യാനെറ്റിനെ പോലെയുമുള്ള ചാനലുകൾ കുറേ കൂടി ദേശീയമായ കാര്യത്തിൽ വളരെ ഗംഭീരമായിട്ട് ഒരു ചുവടുവയ്പ് നടത്തുമ്പോൾ ഇന്ന് വരെയും അവരെയെല്ലാം വിലയിരുത്തുന്ന രീതിയിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് വിലയിരുത്തേണ്ടി വരുന്ന ഒരു ആത്മസംതൃപ്തിയോടുകൂടിയുള്ള അവസ്ഥ എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ജേർണലിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒരു 5-6 വർഷം അമൃത TV-യിൽ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പൈതൃക സന്ദേശം കൊടുത്തതും കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഭഗവത്ഗീത ഈ ജനൻ TV-യിലൂടെ കൊടുക്കുകയും പല ചർച്ചകൾക്കും ഏഷ്യാനെറ്റിലും ദൂരദർശനിലും ഒക്കെ പോകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിലും ധാരാളം ചാനലുമായിട്ട് ബന്ധമുള്ള ആള് എന്നുള്ള രീതിയിൽ അവരിൽ കാണുന്ന ഈ നന്മ നിറഞ്ഞ മാറ്റം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ പോകണമെന്ന ആ ഒരു ഉറച്ച തീരുമാനമുണ്ടാകാനുള്ള ഒരു ധന്യമായിട്ടുള്ള പ്രകാശധാര വന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഷീറ്റ് ഇന്നലെ ബോംബെയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്കും ആ സീറ്റിലുണ്ടായിരുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നിയതാണ്. ഒരുപക്ഷെ യൂട്യൂബിൽ അത് പറയുമ്പോൾ എനിക്കൊരു ആവേശവും കൂടിയുണ്ട്. ഈ ഒരു പേജ് മുഴുവനും, ഒരു ഫുൾ പേജ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അടി തൊട്ട് മുടി വരെയും പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം ഒരു പത്രം പ്രസിദ്ധീകരിക്കുക. ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് അല്ലാതെ ജസ്റ്റ് പ്രധാനമന്ത്രിയുടെ. ഇതിന്റെ ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ക്രൈബ്ഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ അമിതാഭ് സിംഹ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതില് PM at റംഗ് അവാർഡ്സ്, RNG അവാർഡ്സ്. ഇതില് ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് വൈ കോൺ വി ഹാവ് എ ഗ്ലോബൽ മീഡിയ ടു ടെൽ ദ വേൾഡ് ദ റൈറ്റ് വേ ടു ലിവ്. ഇത് ചങ്കൂറ്റമുള്ള ഒരു ടൈറ്റിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്, വൈ കോണ്ട് വി ഹാവ് എ ഗ്ലോബൽ മീഡിയ, വി മീൻസ് ഇന്ത്യൻസ്, ഹാവ് എ ഗ്ലോബൽ മീഡിയ ടു ടെൽ ദി വേൾഡ്, ലോകത്തെ പഠിപ്പിക്കാനും ലോകത്തോട് പറയാനുമായിട്ട് എന്ത് പറയാനാണ്? ദ റൈറ്റ് വേ ടു ലിവ്. വി ഹാവ് ഗോട്ട് ദാറ്റ് ക്രെഡിബിലിറ്റി, വി ഹാവ് ഗോട്ട് ദ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ് ടു ടെൽ ദ വേൾഡ് ദാറ്റ് യു ഹാവ് ടു ലിവ് ലൈക്ക് ദിസ്. ഇതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാം. അത് ജേർണലിസത്തിന്റെ ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് പറയുക. അത് മുഴുവനും സ്പീച്ച് ആ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം.
keynote address by Prime Minister Narendra Modi at the Ramanath Goenka Award for Excellence in Journalism for work done in 2015. 2015 ജേർണലിസത്തിന്റെ പരമകാഷ്ഠയിൽ പ്രവർത്തിച്ച വ്യക്തികളിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ശ്രീ രാമനാഥ് ഗോയങ്ക സ്മാരക പുരസ്കാരം കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, കീനോട്ട് അഡ്രസ്സിൽ പറഞ്ഞത്, ഒരു പ്രധാനമന്ത്രി സാധാരണ 2, 3, 4 പാരഗ്രാഫുകൾ ആശംസ കൊടുത്ത് പോകുന്നതിന് പകരം ഒരു സമുജ്വലമായ പോളിസി തന്നെ പത്രക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി അദ്ദേഹം പ്രസംഗിച്ചു. അതില് ഇടത് സൈഡിലെ ഒരു ഫ്ലാഗുമായിട്ട് കൊടുത്തിരിക്കുന്നത്, ദ എമർജൻസി പീരിയഡ് ഓൾസോ എക്സ്പോസ്ഡ് ദ മീഡിയ, പീപ്പിൾ റിയലൈസ്ഡ് ദാറ്റ് ദ മീഡിയ whose might everyone talked of was not what they had heard of and imagined. There were very few who decided to challenge the emergency, and that challenge was led by Sri Ramanath Goenka and the Indian Express. ശരിക്ക് എമർജൻസി കാലത്ത് അതിനെതിരെ പ്രവർത്തിക്കാനും CPM-ലെ നേതാവായിട്ടുള്ള TK രാമകൃഷ്ണൻ തൃപ്പൂണിത്തുറയിലെ ഇലക്ഷന് നിൽക്കുമ്പോൾ രാപ്പകലും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും, പിന്നെ കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു നോട്ടീസ് വീടാന്തരം അർദ്ധരാത്രിക്ക് എത്തിക്കാനുമെല്ലാം നിരന്തരം പ്രയത്നിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ് സെൻസർ ചെയ്ത ആ എഡിറ്റോറിയൽ സെൻസർ ചെയ്താൽ ഞങ്ങൾ ഇടില്ല എന്ന് ഉറപ്പിച്ച് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതും, അത് സെൻസർ ചെയ്തപ്പോൾ എഡിറ്റോറിയലിന്റെ ഭാഗം വെറും ബ്ലാങ്കായിട്ട് വൈറ്റ് പേപ്പറായിട്ട് ഒരു 10-15 ദിവസം അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വെറും ബ്ലാങ്ക്, അതായത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് നിലനിർത്തുകയുണ്ടായി, വൈറ്റ് ബ്ലാങ്ക് നിലനിർത്തുകയുണ്ടായി. ആ വൈറ്റ് ബ്ലാങ്ക് കാണുന്നവർക്ക് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ട എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണോ വരാൻ സാധ്യതയുള്ളത് അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് എഡിറ്റോറിയൽ എഴുതാതെ ബ്ലാങ്ക് വിട്ടപ്പോൾ ഉണ്ടായത് എന്ന് ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചറിയാൻ കുറെ ദിവസം വേണ്ടി വന്നു എന്ന് അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കറിയാൻ സാധിച്ചു. ശരിക്കും ആ എമർജൻസിയെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വരികൾ അത്ര ഗംഭീരമാണ്, ഇതൊരു റിയലിസ്റ്റിക് ആണ്. അതുപോലെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലാഗ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദി എക്കോണമി ദാറ്റ് ഹാസ് ഗ്ലോബലൈസ്ഡ്. ഈ എക്കണോമി മാത്രമല്ല അന്തർദേശീയവൽക്കരിക്കപ്പെട്ടത്, അവർ എൻറ്റയർ ലൈഫ്സ് ഹാവ് ബീൻ ഗ്ലോബലൈസ്ഡ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതവും ഇപ്പൊ ഗ്ലോബലൈസ് ചെയ്തിരിക്കുകയാണ്. ദ എൻറ്റയർ വേൾഡ് ഹാസ് ഗോട്ട് ഇന്റർ കണക്റ്റഡ്. ലോകം മുഴുവനും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം. Therefore, I do not understand why no Indian media organization has a presence at the global level. എന്തുകൊണ്ട് ലോക നിലവാരത്തിൽ ഒരു ഇന്ത്യൻ മീഡിയ ഇല്ലാതെ പോയി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ഗംഭീരമായിട്ടുള്ള കമന്റുകളാണ്. ഇത് മുഴുവനും വായിക്കാൻ ഫ്ലൈറ്റിൽ ഇരുന്ന സമയം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത്, there was a family that everyone knows of. എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. If one managed to be in the good books of that family, then one would reach anywhere. ആ കുടുംബത്തിന്റെ സ്തുതിപാഠകരായിട്ട് നിലനിന്നിരുന്നു എങ്കിൽ ലോകത്തിൽ എവിടെ വരെ വേണമെങ്കിലും എത്താമായിരുന്നു. നെഹ്റു കുടുംബത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി വരി എഴുതിയത്. There was a family that everyone knows of. If one managed to be in the good books of that family, then one could reach anywhere, achieve anything. But it was Ramanath Goenka who, despite being close to that family, രാമനാഥ് ഗോയങ്ക നെഹ്റു ഫാമിലിയുടെ ഏറ്റവും അടുത്തായിരുന്നിട്ട് പോലും had the courage to break ties on matters of principles and ideals. തത്വദീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ബന്ധവിച്ഛേദനത്തിനും ബന്ധം വേണ്ടെന്ന് വെക്കാനും ചങ്കൂറ്റമുള്ള ആളായിരുന്നു രാമനാഥ് ഗോയങ്ക. അദ്ദേഹമാണ് ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടിയിട്ട് അന്ന് ചീഫ് എഡിറ്ററോ ചെയർമാനോ മാനേജിംഗ് ഡയറക്ടറോ ഒക്കെ ആയി പ്രവർത്തിച്ച് എഡിറ്റോറിയൽ പേജ് വാക്കന്റ് ആയിട്ട് വിട്ടത് എന്ന് പഠിച്ച് പറഞ്ഞ ഈ ഉജ്ജ്വലമായിട്ടുള്ള ലേഖനം അത് ഒരു പുസ്തകമാക്കിയിരുന്നെങ്കിൽ എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകും. അത്ര ഉജ്ജ്വലമായിട്ടുള്ള ഒരു പത്രമാധ്യമത്തിന്റെ സന്ദേശം ലോക ജനതയ്ക്ക് എത്തിക്കാൻ
ശ്രീ നരേന്ദ്രമോദിയെ തന്നെ വിളിച്ച് രാമനാഥ ഗോയങ്ക അവാർഡ് കൊടുക്കാൻ വേണ്ടി സന്നദ്ധത കാണിച്ച ആ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അതിൽ പ്രസിദ്ധീകരിച്ച ഈ വരികൾ പിന്നെയുമുണ്ട്. അവാർഡ് കൊടുക്കുന്നതിന്റെ ചിത്രം അതിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. വേറെ ഷീറ്റുകളിൽ ഇതെല്ലാം ഉണ്ട്, നല്ലതായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാനും എല്ലാം അവസരം നൽകട്ടെ. എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഈ ജഗദീശ്വരനും ഇതുപോലെയുള്ളവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.